ഇതാ പൂക്കളം കാണിച്ചിട്ട് തുടങ്ങും. ഒരു നല്ല കാര്യം നല്ല ഇതിൽ തന്നെ അല്ല ഓണം കഴിഞ്ഞ് ഇന്നലെയാണ്. പക്ഷെ ഇന്ന് നമ്മളെ ഓണം ഇന്നാണ്. ഗൈസ് അപ്പം ഏവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു. അപ്പൊ ഇന്നത്തോടുകൂടി നമ്മളെ ഓണത്തിന്റെ എല്ലാവർക്കും ഉത്രാട ആശംസകൾ. ഉത്രാടെന്ന് ഉത്രാടല്ലേ എന്തേലും ആട്ടെ. ഞാൻ പറയുന്ന വെച്ചാല് ഇന്നത്തോടുകൂടി ഓണത്തിന്റെ കലാപരിപാടികള് കൊട്ടിക്കലാശാണ്. അപ്പൊ ഇവിടെ ഓക്കെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താം. ഇവിടെ പൂക്കളുണ്ട്, പിന്നെ കുറച്ച് ഗെയിംസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് മറ്റേ തലയാണ. ഇതിന്റെ മുകളിൽ കയറിയിട്ട് വന്നിട്ട് ഇങ്ങനെ അടിച്ചിടുന്ന പരിപാടി. തലയാണ വീണ തല പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ബെഡ് ഇട്ടിട്ടുണ്ട്. മുകളിൽ 2 ബെഡ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗെയിം. പിന്നുള്ളത് വടംവലി. ഇന്നത്തെ പരിപാടികൾ പരിചയപ്പെടുത്താണ്. പിന്നെയുള്ളത് വടംവലി നമ്മൾ കളിക്കും. പിന്നെന്താ ചട്ടി മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ട് അടിക്കുന്ന സംഭവമില്ലേ, അതിനെന്താ പറയാ, ഉറിയടി ഉണ്ട്. കസേര ഒന്നും ഇട്ടില്ല. ഇതെന്താ ഇതാരാ ഇവിടുത്തെ കാര്യങ്ങളാരാ നോക്കുന്നത്? പോയി എടുക്കടാ കസേര എടുത്തടെ. എടാ സ്റ്റേജും കാര്യങ്ങളിലും സെറ്റ് ആക്കി കസേര ഇല്ല. എന്താ ഇത്? കസേര വേണ്ട, എടുത്തിട്ട് വേണം മാറി കസേര തുടങ്ങട്ടെ. അപ്പൊ ഗൈസ് ഡബ്ല്യു ഡ്രസ് എന്ന് പറയുന്നുണ്ട്, മുത്ത സീൻ ഡ്രസ് എന്ന് പറയുന്നുണ്ട്, പൈനാപ്പിൾ എക്സ്പ്രസ് എന്നോ. അപ്പൊ അനന്തപുരം കണ്ടോ? അനന്തപുരം ഓ പൈനാപ്പിൾ എക്സ്പ്രസ് അനന്തപുരം മനസ്സിലായുള്ള ആൾക്കാരൊക്കെ അടി. ഇവന് ഓർമ്മ ഉണ്ടോ? ഇപ്പൊ നമ്മള് പണ്ട് നീ ലാസ്റ്റ് ലൈവിൽ വന്നത് അമ്പാൻ ലൈവില് നമ്മള് ഞാനും അച്ചായനും ഇവരെല്ലാം കൂടിയിട്ടൊരു നമ്മളെ രംഗണന്റെ സ്ട്രീം കണ്ടവർക്ക് അറിയാം. ഇതാണ് നമ്മളെ അനന്തു പൈനാപ്പിൾ എക്സ്പ്രസ് AK എന്തല്ലോ. അങ്ങനെ മറക്കാൻ പറ്റുമോ? പാട്ടിട്ടിട്ട് പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് എല്ലാവർക്കും നമസ്കാരം. സഹോദരൻ ഇന്ന് തിരുവോണം കഴിഞ്ഞ് ഉത്രാട ദിനമാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. MRP ഗ്യാങ്ങിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ആശംസകൾ അറിയിക്കുന്നു. പരിപാടികളുണ്ട്, കഴിവുള്ളവർക്ക് കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയാണിത്. പക്ഷെ ഒരു കാര്യമുണ്ട്, കസേരയിലും കാര്യമാണ്. നമ്മൾ വിളിച്ച ഗസ്റ്റുകൾ ആരും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് ഷെയ്ഖ് വന്നിട്ടുണ്ട്. ഷെയ്ഖിന്റെ ഭാര്യ ഷെയ്ഖിന്റെ ആരാ അത്? ഷെയ്ഖിന്റെ ഫ്രണ്ടാന്ന് പറയുന്നത്. എനിക്ക് ആകെ നിങ്ങൾ മാത്രമേ ഗസ്റ്റ്. ഞാൻ കാര്യം പറയട്ടെ, വിക്കി ഒരു മിനിറ്റ് ചാറ്റില് പറയണ്ടേ. വിക്കിനെ വിളിച്ച്, അച്ചായനെ വിളിച്ച്, മാക്കിനെ വിളിച്ച്, നമ്മളെ മുന്നേ നമ്മളെ സ്ട്രീമിൽ വന്ന എല്ലാരെയും ഞാൻ വിളിച്ചിന്. ആരും വന്നിട്ടില്ല. മാക്ക് ഗേൾഫ്രണ്ട് പോയിട്ട് സിനിമ കാണാൻ പോയി, ലോക കാണാൻ പോയല്ലോ. മോനെ എന്റെ കയ്യിൽ കിട്ടിട്ട്. പിന്നെ അച്ചായൻ ചിലപ്പം വരൂല. ഞാൻ വിളിച്ചന് ക്ഷണിച്ചിട്ടുണ്ട്. അച്ചായന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഭാര്യ പ്രഗ്നന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ പറഞ്ഞ ഭാര്യ വീട്ടുകാരും പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അതാണ് അച്ചായൻ ലൈവിൽ വരാത്തതൊക്കെ. ഒരു 90% 80% ഇന്ന് വരും. പ്രതീക്ഷിക്കാം. മിക്കവാറും അച്ചായൻ വരും. പിന്നെ ആരാ? പിന്നെ വിക്കി ഫോൺ എടുക്കുന്നില്ല. വിക്കിനെ നമ്മള് 3 ദിവസമായിട്ട് വിളിച്ച് ക്ഷണിച്ച് സെറ്റാക്കി വെച്ചാൽ വിക്കി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് ഓൺ ആയിക്കൊണ്ട് എല്ലാരും അടിച്ച് ഓഫാന്ന് തോന്നുന്നു. അതാണ് ആരും വരാത്തത്. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ള ആൾക്കാരെ വെച്ചിട്ട് പരിപാടി നടത്താം. സൗണ്ടിൽ നോക്കാം. ക്യാമറ എടാ അഖില ഒന്ന് നോക്കടാ. ക്യാമറ എന്ന് പറയുന്നത് ലൈറ്റ് വർക്ക്, ISO വർക്ക്. നീ ഉള്ളിലുള്ള ISO ആണ് പുറത്ത് ഉപയോഗിക്കുന്നത്. നീ എന്താണ് എല്ലാവർക്കും മൈക്കിൽ ഓരോ സൗണ്ട് ഓക്കെ. അപ്പൊ അത് പരിപാടി കണ്ടിന്യൂ ചെയ്യട്ടെ. എടാ എല്ലാരും ഇരിക്കടാ. ഇരുന്നാലും നിങ്ങൾ ഗസ്റ്റ് ആരും ഇല്ലാത്തോണ്ട് നിങ്ങളെങ്കിലും ഇരിക്കണം. പരിപാടി തീർക്കട്ടെ. അപ്പം സഹൃദയരെ മേഹറിനെ വിളിക്കാൻ മറന്നു. മേഹറിനെ വിളിക്കണമായിരുന്നു. മേഹറിന്റെ കാര്യമേ ഞാൻ വിട്ടുപോയി. മേഹറിനെ എനിക്ക് വന്ന് ലാസ്റ്റ് ഞാൻ വിളിച്ചതപ്പാ
അന്നാ പ്രശ്നം ഉണ്ടായ ദിവസമായിട്ട് നമ്മളെ ലാസ്റ്റ് വിളിച്ചത്. മേറിനെ ശേഷം ഞാൻ വിളിച്ചില്ല. മേറിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. സോറി. ഇതിപ്പോ എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെന്തായാലും ഇതിപ്പോ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്ലഡ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇരുട്ട് വരെ ലൈവ് ഉള്ളു. ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല, എത്തുമ്പോഴേക്ക് ലേറ്റ് ആവും. അപ്പൊ എനിവേസ് സുഹൃത്തേര്, അപ്പം ആദ്യം ക്യാമറ ഏതോ ടീം വരുന്നുണ്ട്, ആരാ നോക്കാം. എത്തിയിരിക്കുകയാണ് ഷുക്കൂർ മജീദും എത്തിയിരിക്കുകയാണ്. ശുക്കൂർ മജീദ് അതാ ഓടി. ക്യാമറ കണ്ടപ്പോ പിടിച്ചോ. റേഞ്ച് ഷുക്കൂറും പോയി, മജീദും പോയി. അഖിൽ എന്ന് പറയുന്ന ക്യാമറമാൻ റേഞ്ചിന്റെ ഔട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ബഫറിങ് വരും. ഇപ്പൊ ഒരു ബഫറിങ് വരും. കുര്യാക്കോസിനെ ചോദിക്കുന്നുണ്ട്, ചാറ്റ് കുര്യാക്കോസിനെ ചോദിക്കുന്നുണ്ട്. കുര്യാക്കോസ് കുര്യനോട് നേരത്തെ പറഞ്ഞിട്ട് ഒരുമിച്ച് കുര്യാക്കോസ് സ്റ്റേജിന്റെ ഏതെങ്കിലും വേഗം മന്തി അടിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണതാണ്. കുര്യാക്കോസ് കണ്ടു പറഞ്ഞാലേ വരൂ. കണ്ട് കുര്യാക്കോസ് നിന്റെ കണ്ട് ക്യാമറ കിട്ടി. നീ മന്തി കട്ടുന്നത് ക്യാമറ കിട്ടി. ചിക്കൻ പീസ് എടുത്ത് വാങ്ങി കുടുങ്ങിയത് കണ്ടിട്ടുണ്ട്. കുര്യാക്കോസ് ഓടി വന്നോ, പെട്ടെന്ന് വന്നോ മുമ്പിലേക്ക്. അച്ചടിപ്പിച്ചിടുന്നുണ്ടാവോ? കുര്യാക്കോസ് എന്തോ ചെയ്യുന്നുണ്ടോ അറിയാം. എടാ നീലക്കോയിൽ എത്തിയിട്ടാ. ഇവിടെ നീലക്കോയിലും ടീമും ഇവിടെ ക്യാമറ കവർ ചെയ്യാൻ വേണ്ടി ഫ്രീ കണ്ടന്റ് മൂച്ചാൻ വേണ്ടിട്ട് നമ്മള് നീലക്കോയിൽ അവർക്ക് എത്തിയിട്ടുണ്ട്. അതായത് നീലക്കോയിൽ സ്വന്തമായിട്ട് കണ്ടന്റുകളില്ല, അതുകൊണ്ട് പുറത്ത് എടുക്കുമ്പോൾ അത് ഒളിഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്ത് ഫ്രീ കണ്ടന്റ് മുമ്പിലാണ് ഇവരുടെ മെയിൻ പരിപാടി.